നമസ്കാരം. തേജസ് ന്യൂസിൻ്റെ ഈ ആഴ്ചത്തെ ഇൻക്വസ്റ്റിലേക്ക് സ്വാഗതം. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ നിരോധനം കേന്ദ്ര സർക്കാർ 5 വർഷത്തേക്ക് കൂടി നീട്ടിയത് ഈ അടുത്ത ദിവസമാണ്. സനാതൻ സംസ്ഥ പോലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് ഇന്ത്യ വിറച്ച നിരവധി സ്ഫോടനങ്ങളിൽ നേരിട്ട് പങ്കുണ്ടെന്ന് തെളിവുകളുണ്ടായിട്ടും അവയ്ക്ക് നിഗൂഢ പിന്തുണ നൽകുന്നവർ രാജ്യത്ത് അങ്ങോളമിങ്ങോളം പ്രവർത്തിച്ചിരുന്ന സിമി പോലൊരു സംഘടനയുടെ നിരോധനം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് എന്താവും? ഇൻക്വസ്റ്റ് അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിക്കും. ഡൽഹി, തമിഴ്നാട്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസ് റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാണ് നിരോധനം നീട്ടാൻ തീരുമാനിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. സംഘടനയുടെ നിരോധനം പെട്ടെന്ന് പിൻവലിച്ചാൽ രാജ്യത്ത് സംഘർഷാവസ്ഥ ഉണ്ടാവുമെന്നും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ സിമി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. 1977 മുതൽ രാജ്യത്ത് ഉടനീളം പ്രവർത്തിച്ചിരുന്ന സിമിയെ 2001 സെപ്റ്റംബർ 27 അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന BJP സർക്കാർ നിരോധിക്കുന്നത്. നിരോധനത്തെ വിവിധ മുസ്ലിം സംഘടനകൾ മാത്രമല്ല എതിർത്തത്. CPM-ഉം മുലായം സിംഗിൻ്റെ SPയും ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ എതിർത്തിരുന്നു. സംഘടനയുടെ പേരിൽ വിധ്വംസക പ്രവർത്തനത്തിന് കേസുകളൊന്നും നിലവിലില്ലാതിരുന്ന സമയത്തായിരുന്നു നിരോധനം. രാജ്യത്ത് അങ്ങോളമിങ്ങോളം വിദ്യാസമ്പന്നരായ ആയിരക്കണക്കിന് മുസ്ലിം യുവാക്കൾ നിരോധനത്തിൻ്റെ മറവിൽ പിന്നീട് അറസ്റ്റിലായി. ഇവരിൽ പലരുടെയും പേരിൽ ആരോപിക്കപ്പെട്ട കേസുകൾ തെളിവില്ലെന്ന് കണ്ട് പിന്നീട് വിട്ടയച്ചു. മാലേഗാവ്, മക്ക മസ്ജിദ്, അജ്മീർ കേസുകളടക്കം സിമിക്കെതിരെ ആരോപിക്കപ്പെട്ടിരുന്നു. പക്ഷേ സനാതൻ സംസ്ഥ അടക്കമുള്ള ഹിന്ദുത്വ സംഘടനകളാണ് ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്തായിരുന്നുവെന്ന് ചെറിയൊരു അന്വേഷണം ഇവിടെ ആവശ്യമാണ്. ഒപ്പം നിരോധനത്തിന് പിന്നിലെ കള്ളക്കളികളും ആരോപണങ്ങൾ പൊള്ളയാണെന്ന കണ്ടെത്തലുകളെക്കുറിച്ചും ചിലത് പറയാം. 1977 മുതൽ ഇന്ത്യയിൽ ഉടനീളം ഗ്രാമനഗരങ്ങളിലും കാമ്പസുകളിലും സജീവമായിരുന്ന പ്രാദേശിക, സംസ്ഥാന, ദേശീയ ഓഫീസുകൾ പരസ്യമായി പ്രവർത്തിച്ചിരുന്ന വിവിധ ഭാഷകളിൽ മുഖപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന സിമിയെ 2001 സെപ്റ്റംബർ 27 അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന BJP ഭരണകൂടം ആദ്യമായി നിരോധിക്കുന്നത്. 8ാമത് തവണയാണ് ഇപ്പോൾ നിരോധനം ആവർത്തിക്കപ്പെടുന്നത്. നിരോധിക്കപ്പെടുന്നതുവരെ സംഘടനയുടെ മേൽ ഭീകരപ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെടാവുന്ന ഒരു കുറ്റവും നിലവിൽ ഉണ്ടായിരുന്നില്ല. നിരോധനശേഷം രാജ്യത്തുടനീളം ആയിരക്കണക്കിന് വിദ്യാസമ്പന്നരായ മുസ്ലിം യുവാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വ്യാജ ഭീകരവാദ കേസുകൾ അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്തു. സനാതന സംസ്ഥ പോലുള്ള നിഗൂഢ ഹിന്ദുത്വ ഭീകര സംഘങ്ങളുടെ നേതൃത്വത്തിൽ മാലേഗാവ്, മക്ക മസ്ജിദ്, അജ്മീർ സ്ഫോടനങ്ങൾ നടത്തി മാധ്യമ ഭരണകൂട പിന്തുണയോടെ സിമിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. അത് തെളിവാക്കിയതായിരുന്നു പിന്നീടുള്ള നിരോധനങ്ങൾ ചോദ്യം ചെയ്ത് സിമി ഭാഗം സമർപ്പിച്ച അപ്പീലുകൾ വാദം പോലും കേൾക്കാതെ സുപ്രീം കോടതി അടക്കം കോൾഡ് സ്റ്റോറേജിലേക്ക് തള്ളി. നിരോധനങ്ങളെ ന്യായീകരിക്കാൻ പാകത്തിൽ 3 തവണ UAPA ഭേദഗതി വരുത്തി. ഇതിനിടെ നിരോധനത്തിന് ന്യായമായി ഉയർത്തിക്കാട്ടിയ കേസുകളിൽ നല്ലൊരു ശതമാനവും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടയച്ചു. വ്യാജ കേസുകളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുന്ന നിരവധി അന്വേഷണ റിപ്പോർട്ടുകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. അജിത് സാഹിയുടെ തെഹൽക്ക റിപ്പോർട്ട്, മനീഷ സേത്തിയുടെ സിമി കേസ് പഠനങ്ങൾ, PUDR അന്വേഷണ റിപ്പോർട്ട് എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. നിരോധനം നീക്കിയാൽ അതിൻ്റെ പേരിൽ ഇക്കാലം അത്രയും പടച്ചുണ്ടാക്കിയ കൃത്രിമ ഭീകരതയ്ക്ക് ഭരണകൂടം ഉത്തരം പറയേണ്ടി വരുമെന്നതുകൊണ്ട് മാത്രം ആവർത്തിക്കപ്പെടുന്ന ചടങ്ങാണ് സിമി നിരോധനമെന്ന് ചുരുക്കം. ഇതിൻ്റെ പേരിൽ വർഷങ്ങളായി ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ കഴിയുകയാണ് നിരവധി മുസ്ലിം യുവാക്കൾ. വീണ്ടും ഒരു നിരോധന ഉത്തരവ് വന്ന സ്ഥിതിക്ക് ഇനിയും പല കഥകൾക്കും നമുക്ക് കാതോർക്കേണ്ടിയും വരും. സിമി പ്രവർത്തകരായ വിചാരണ തടവുകാരോട് ഭോപ്പാലിൽ ഭരണകൂടം എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഒരിക്കൽ കൂടി നമുക്ക് കാണാം. അജിത് സാഹിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ടുകൊണ്ട് ഈ ആഴ്ചത്തെ ഇൻക്വസ്റ്റ് പൂർണ്ണമാവുന്നു. गवर्नमेंट ने जो बताया कि उन्होंने बैन इस पे इसलिए लगाया क्योंकि उन्होंने पाया था कि सिमी दहशतगर्द तंजीम है और सिमी से जुड़े उसके जो लोग हैं, जो उसके मेंबरान हैं,
वो दहशतगर्द तंजीमों से जुड़े हुए हैं। लेकिन इन्वेस्टिगेशन में मैंने ये पाया कि तमाम जो केसेस चल रहे हैं और उस वक्त चल रहे थे सन 2008 में, उसमें तमाम जगह, तमाम हिंदुस्तान के तमाम शहरों में अदालतों ने ही उन केसेस को, मुकदमों को गलत ठहराया था। और बहुत सारे ऐसे लड़के थे जो कि सिमी के मेंबर रह चुके थे, लेकिन उनको इस केस में बाज़त बरी कर दिया था। तो मोटे तौर पर बात ये समझ में आती है कि आज 8 साल बाद, सिमी पर बैन लगा था 2001 सितंबर में पहली बार, आज 8 साल बाद ये समझ में आता है कि अभी तक कोई ऐसा केस नहीं खड़ा होता दिखता पूरे हिंदुस्तान में, जिससे ये समझ में आए कि हाँ, सिमी पर दहशतगर्द होने का साबित हो, उसके ऊपर जो इल्ज़ाम है वो साबित हो। दूसरी बात यह है कि 2008 में जब हमने ये खबर छापी, उसके बाद से ये हो गया कि आपने भी देखा होगा कि हिंदुस्तान के अखबारों में और हिंदुस्तान के सरकार की तरफ से सिमी के बारे में छपना बंद हो गया, नाम कम हो गया, अब इंडियन मुजाहिदीन का नाम आता है। अब मुझे लगता है इस पर भी तहकीकात करनी चाहिए कि इंडियन मुजाहिदीन की सच्चाई क्या है। मैंने इस पर अभी भी तहकीकात की नहीं है, करूँगा तो मैं ज़रूर आप तक पहुँचाऊँगा।